ഹലോ ഗായ്സ്, ഞാൻ തൃശ്ശൂർ പോയൊരു ദിവസം കേട്ടോ, നാട്ടിൽ പോയൊരു ദിവസം. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും പാടെ ഞങ്ങൾ ഉമ്മയും ഇത്താടെ മക്കളൊക്കെ പാടെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് പോയി. അപ്പോൾ ഇത്താടെ കുട്ടി ആ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് നോക്കാൻ ഇങ്ങനെ എത്തിച്ചു നോക്കണം. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഞാൻ ക്യാപ്ചർ ചെയ്തെടുത്താണ്. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെത്തി. നമ്മൾ തൃശ്ശൂരിൽ ഇപ്പോൾ ഏറ്റവും വലിയ മോളെന്ന് അറിയപ്പെടുന്നത് നമ്മൾ ഹൈലൈറ്റ് മാളാണ് കേട്ടോ. ആദ്യം ഒരു ശോഭ സിറ്റിന്ന് നമ്മൾ എല്ലാവരും ശോഭ സിറ്റിക്കാണ് പോയിരുന്നത്. ഇപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന വലിയ മാൾ ഹൈലൈറ്റ് മാൾ തന്നെയാണ്. നമ്മളെ കോഴിക്കോടുള്ള സെയിം സാധനം തന്നെ ഇവിടെ നമ്മളിവിടെ തൃശ്ശൂർ വന്നിക്കണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അതൊരു അധോലോകം തന്നെ. എന്തൊരു വലിയ മോളാണ്, എത്ര വലിയ മോളൊക്കെ തൃശ്ശൂരും വന്നു ഗായ്സ് എന്ന് പറയാം. കുറേ ഷോപ്സൊക്കെ ഓപ്പൺ ആവാനുണ്ട്. എന്നുവെച്ചാൽ പുതിയൊരു മോളല്ല, കുറേ ഷോപ്സൊക്കെ ഓപ്പൺ ആവാൻ ഇങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡ് കോർട്ടായാലും നല്ല രസമൊക്കെ കേട്ടോ, നല്ല വലിയ സ്ഥലമൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനായാലും കാര്യങ്ങളൊക്കെ ആയാലും കുറേ ഷോപ്സൊക്കെ ഇനി ഓപ്പൺ ആവാനുണ്ട്. അത്യാവശ്യം കുറേ ഉണ്ട്, ഇനി 2-3 ഓപ്പൺ ആവാനുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നടന്ന് ലിഫ്റ്റിലൊക്കെ കയറി. അല്ലാതൊക്കെ ഇങ്ങനെ തേരാപ്പാര ഇറങ്ങി കണ്ട് ഇങ്ങനെ. എന്നിട്ട് ഇത്താടെ മോനെ തന്നെ കൈ പിടിച്ചിട്ട് നമ്മൾ ലണ്ടൻ ബേസ് ബസ്സില്ലേ, അതവിടെ ഹൈലൈറ്റ് മാളിലുണ്ട് കുട്ടികൾക്കൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ എനിക്കത് കാണിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയി കണ്ട് ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഞാൻ അതിനുള്ളിൽ കയറിയിട്ട് എന്നോട് ഇരിക്കി, ഞാൻ വണ്ടി ഓടിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് എൻ്റെ ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിൽ കാണിച്ചതാണ്. കുട്ടികളൊരാഗ്രഹമല്ലേ, നടക്കട്ടെ. അപ്പോൾ ഞാനവിടെ കയറിയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ തൃശ്ശൂർ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ആകാശപാത ഉണ്ടല്ലോ. കുറേ നാളായി ആകാശപാത വന്നിട്ട്, ഞാൻ ഇതുവരെ കയറിയിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്തായാലും ഇപ്പോൾ വന്നല്ലേ, ഒന്ന് കയറിയിട്ട് പോകാനുള്ള രീതിക്ക് ആകാശപാതയൊക്കെ കയറി. തൃശ്ശൂർ ഏകദേശം നല്ല രസത്തിൽ കാണാം കേട്ടോ ആകാശപാത നിന്നാൽ. അപ്പോൾ മാർക്കറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്കറ്റൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത്. പിന്നെ നമ്മൾ തൃശ്ശൂർക്കാരുടെ സ്വന്തം പുത്തമ്പള്ളി ഇപ്പോൾ കാണേ, പുത്തമ്പള്ളിയുടെ ആ കുരിശിങ്ങനെ കാണാം. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ച് ആ മാർക്കറ്റൊക്കെ ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കുന്നുണ്ടായത്. ഉച്ച സമയ കാരണം ആൾക്കാരൊന്നും ഉണ്ടായില്ല. ഒരു കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ആൾക്കാരൊക്കെ നല്ല റഷായി തുടങ്ങും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ശക്തൻ സ്റ്റാൻഡ് കൊടുത്തു. നമ്മളെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡും ക്യാപ്ചർ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വിട്ടു തൃശ്ശൂർ.